നമസ്കാരം. ക്രൈം ഡീകോഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമൂഹത്തെ ഞെട്ടിച്ച യഥാർത്ഥ കുറ്റകൃത്യങ്ങളും ദുരൂഹ മരണങ്ങളും അന്വേഷണങ്ങളെ വഴിതിരിച്ച തെളിവുകളും കോടതി വിധികളും വിശ്വസനീയമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരുമിച്ച് പരിശോധിക്കാം. ഓരോ കേസിൻ്റെയും പിന്നിലെ സത്യാന്വേഷണത്തിലേക്ക് സ്വാഗതം. ഒരു സന്തോഷകരമായ കുടുംബജീവിതത്തിന് പിന്നിൽ മറഞ്ഞിരുന്നത് ഞെട്ടിക്കുന്ന ഒരു ഗൂഢാലോചന. കേരളത്തിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് ജീവിതം കെട്ടിപ്പടുത്ത യുവാവ് ഒടുവിൽ സ്വന്തം വീട്ടിൽ ദുരൂഹമായി മരിച്ച നിലയിൽ. ആദ്യം സ്വാഭാവിക മരണമെന്ന് കരുതിയ ഈ സംഭവം പിന്നീട് ഓസ്ട്രേലിയയെ നടുക്കിയ സയനൈഡ് കൊലപാതക കേസായി മാറി. സാം എബ്രഹാം കൊലക്കേസിൻ്റെ യഥാർത്ഥ കഥയിലേക്ക് സ്വാഗതം. ഇത് ക്രൈം ഡീകോഡ് മലയാളം. 2015 ഒക്ടോബർ 14 ഓസ്ട്രേലിയയിലെ മെൽബണിൽ തികച്ചും അപ്രതീക്ഷിതമായി ഒരു മരണം നടന്നു. മലയാളിയായ 33 വയസ്സുകാരൻ സാം എബ്രഹാമാണ് മരണപ്പെട്ടത്. ഭാര്യ സോഫിയയും 6 വയസ്സുള്ള മകനുമായി താമസിച്ചു വരുന്നതിനിടെയാണ് സാം എബ്രഹാമിൻ്റെ മരണം. വെക്കേഷന് കേരളത്തിലേക്ക് പോയവർ 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഓസ്ട്രേലിയയിൽ തിരിച്ചെത്തിയത്. ഒക്ടോബർ 13 രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ സാമിന് യാതൊരു ആരോഗ്യ പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അടുത്ത ദിവസം രാവിലെ സോഫിയ ഉറങ്ങി എഴുന്നേറ്റ് നോക്കിയപ്പോൾ വായിൽ നിന്ന് നുരയും പതയും എല്ലാം വന്ന് അനക്കമില്ലാതെ കിടക്കുന്ന സാമിനെയാണ് കണ്ടത്. ശരീരം മുഴുവൻ തണുത്തു മരവിച്ച അവസ്ഥയിലായിരിക്കുന്നു. ഇതുകണ്ട് ഭയന്നുപോയ സോഫിയ മെൽബണിൽ തന്നെ നേഴ്സായി ജോലി ചെയ്യുന്ന സഹോദരി സോണിയയെ വിളിച്ച് കാര്യം പറഞ്ഞു. ഇത് കേട്ട് ഷോക്കായ സോണിയ ഉടനെ തന്നെ എമർജൻസി നമ്പറിലേക്ക് വിളിക്കാൻ പറയുകയും എത്രയും പെട്ടെന്ന് താൻ അവിടേക്ക് വരാമെന്ന് പറയുകയും ചെയ്തു. ഇതേ സമയം സോഫിയയുടെ നിലവിളി കേട്ട് അയൽവാസികളിൽ പലരും ആ വീട്ടിലേക്ക് എത്തി. കുറച്ചു സമയത്തിനുള്ളിൽ സോണിയയും അവിടെ എത്തി. സാമിൻ്റെ വായിൽ നിന്ന് നുരയും പതയും രക്തവുമെല്ലാം വന്ന് താടിയിൽ ഉൾപ്പെടെ കൂടിപ്പോയ അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ സാമിന് CPR നൽകിയിട്ട് കാര്യമില്ല എന്നും അദ്ദേഹം മരിച്ചു കഴിഞ്ഞു എന്നും സോണിയയ്ക്ക് മനസ്സിലായി. മെഡിക്കൽ ടീം ഉടനെ തന്നെ അവിടെ എത്തി സാമിനെ പരിശോധിച്ചു. അപ്പോഴേക്കും സാമിൻ്റെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണം എന്നതായിരുന്നു പ്രാഥമിക നിഗമനം. ഒറ്റ രാത്രി കൊണ്ട് സോഫിയയ്ക്ക് അവളുടെ ഭർത്താവിനെയും അവരുടെ മകന് അച്ഛനെയും നഷ്ടമായിരിക്കുന്നു. അദ്ദേഹത്തിന് മരണത്തിന് പിന്നാലെ ദുരൂഹതകൾ ഒന്നൊന്നായി മറന്നേക്ക് പുറത്തു വന്നുകൊണ്ടേയിരുന്നു. അത് ഓസ്ട്രേലിയയിലെയും ഇന്ത്യയിലെയും ജനങ്ങളെ ഒരുപോലെ ഞെട്ടിച്ചു. സാമിൻ്റെ മരണശേഷം പോലീസ് അവിടെ എത്തുന്നു. അവരുടെ പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നിട്ടും അവർ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം മാത്രമാണ് കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകിയത്. മെൽബണിലുള്ള മലയാളികൾ എല്ലാവരും ചേർന്ന് സാമിൻ്റെ ഡെഡ് ബോഡി ഒക്ടോബർ 16 തന്നെ കേരളത്തിലെത്തിച്ചു. ഒപ്പം സോഫിയയും മകനും ഉണ്ടായിരുന്നു. സാമിൻ്റെ പേരൻസിന് ഒന്ന് പൊട്ടിക്കരയാനുള്ള ആരോഗ്യം പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവരെ അതിനേക്കാളേറെ വിഷമിപ്പിച്ചത് ചെറുപ്രായത്തിൽ തന്നെ വിധവയായ സോഫിയയും അച്ഛൻ നഷ്ടപ്പെട്ട പേരക്കുട്ടിയുടെയും വിഷമമാണ്. ഒടുവിൽ മരണാനന്തര ചടങ്ങുകളെല്ലാം പൂർത്തിയായി. നാട്ടുകാരും ബന്ധുക്കളും എല്ലാം പിരിഞ്ഞുപോയി. സാം മരണപ്പെട്ട 10ാമത്തെ ദിവസം സോഫിയയും മകനും ഓസ്ട്രേലിയയിലേക്ക് തന്നെ തിരിച്ചുപോയി. കാരണം അവൾക്ക് അവിടുത്തെ ജോലി ഉള്ളതാണ്. അധികം നാൾ ലീവ് എടുത്താൽ ജോലി നഷ്ടപ്പെടും. അതുമാത്രമല്ല സാമിൻ്റെ മകൻ പഠിക്കുന്ന സ്കൂളിലും അധികം നാൾ അവധി പറയാൻ കഴിയില്ല. അതിനാൽ അവർക്ക് ഉടനെ തന്നെ തിരിച്ചു പോയേ മതിയാവും. പതിയെ പതിയെ സോഫിയയും മകനും ജോലിയും സ്കൂളുമായി തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് കടന്നു. എന്നാൽ എത്ര തന്നെ തിരക്കുണ്ടെങ്കിലും എല്ലാ ശനിയാഴ്ചയും സോഫിയ സാമിൻ്റെ പേരൻസിനെ വിളിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു. പക്ഷേ 2016 ജൂലൈ മാസത്തിൽ ഒരു ശനിയാഴ്ച സോഫിയയുടെ ഫോൺ കോൾ വരാത്തതിനെ തുടർന്ന് സാമിൻ്റെ പേരൻസ് ആശങ്കയിലായി. എന്തെങ്കിലും തിരക്കിൽപ്പെട്ടതാകാമെന്നും അടുത്തയാഴ്ച വിളിച്ചോളുമെന്നും അവർ ആശ്വസിച്ചു. പക്ഷെ പിന്നീട് സോഫിയയുടെ ഫോൺ കോളുകൾ എത്തിയില്ല. അതിനെ തുടർന്ന് സാമിൻ്റെ പേരൻസ് സോഫിയയുടെ സഹോദരി സോണിയെ വിളിച്ച് കാര്യം തിരക്കി. എന്നാൽ സോണിയ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് സാമിൻ്റെ പേരൻസ് ഞെട്ടിത്തെറിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഫിയ ജയിലിലാണെന്നും സാമിനെ കൊലപ്പെടുത്തിയതിന് സോഫിയയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുമാണ്. തങ്ങളുടെ മകൻ്റെ മരണം ഒരു കൊലപാതകമാണെന്നും അതിനു പിന്നിൽ അവൻ്റെ ഭാര്യ തന്നെയാണ് എന്നുമുള്ള വാർത്ത സാമിൻ്റെ പേരൻസിനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. ഇതേ സമയം തന്നെ അവരുടെ മനസ്സിൽ ഒത്തിരി ചോദ്യങ്ങളും വന്നിരുന്നു. ഓസ്ട്രേലിയയിൽ വെച്ച് സാമിൻ്റെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടത്തിയിട്ടും മരണകാരണം ഹാർട്ട് അറ്റാക്ക് ആണെന്നാണ് പറഞ്ഞിരുന്നത്. അതെങ്ങനെ പെട്ടെന്ന് കൊലപാതകമായി മാറി എന്നതാണ് അവരെ കുഴക്കിയിരുന്നത്. അപ്പോഴാണ് സാമിൻ്റെ അച്ഛൻ ഒരു കാര്യം ഓർത്തത്.
എല്ലാ അവധിക്കും നാട്ടിലെത്തുമ്പോൾ സന്തോഷവാനായി കാണപ്പെട്ട സാം ആ വെക്കേഷന് അവിടെ ചെന്നപ്പോൾ മനസ്സിനെ എന്തോ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായും തോന്നിയിരുന്നു. കാര്യം അന്വേഷിച്ചപ്പോൾ വ്യക്തമായി ഒന്നും പറഞ്ഞില്ല. എന്നാൽ സാം ഒരു കാര്യം പറഞ്ഞിരുന്നു, അടുത്ത തവണ ചിലപ്പോൾ ഞാൻ ശവപ്പെട്ടിയിലായിരിക്കും തിരിച്ചു വരിക എന്ന്. അങ്ങനെ ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ ശരീരം മുത്തശ്ശനെ അടക്കം ചെയ്തതിൻ്റെ തൊട്ടടുത്തായി അടക്കം ചെയ്യണം. ഇങ്ങനെ പറഞ്ഞിട്ടാണ് സാം ഓസ്ട്രേലിയയിലേക്ക് മടങ്ങിയിരുന്നത്. ഓസ്ട്രേലിയൻ പോലീസ് സോഫിയെ അറസ്റ്റ് ചെയ്യാൻ 9 മാസം എടുത്തതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പഴുതുപോലും ഇല്ലാതെ പ്രതിയെ പിടികൂടുക എന്നതായിരുന്നു പോലീസിൻ്റെ ലക്ഷ്യം. അതവർ കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്തു. കൊല്ലം ജില്ലയിലെ കരവാളൂർ എന്ന സ്ഥലത്താണ് സാം എബ്രഹാം ജനിച്ചു വളർന്നത്. സാമിൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് സോഫിയയുടെയും വീട്. ചെറുപ്പം മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്നവരായിരുന്നു ഇരുവരും. അങ്ങനെ അവരുടെ അടുപ്പം പതുക്കെ പ്രണയത്തിലേക്ക് മാറി. ഡിഗ്രി പൂർത്തിയാക്കിയതിന് ശേഷം വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തി. എന്നാൽ നല്ലൊരു ജോലി കണ്ടെത്തിയതിന് ശേഷം മാത്രം വിവാഹം എന്ന തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ ഹയർ സ്റ്റഡീസിനായി സാം എബ്രഹാം MBA ചെയ്യുന്നതിന് തമിഴ്നാട്ടിലെ ദിണ്ടിഗലിലും സോണിയ PG ചെയ്യുന്നതിന് വേണ്ടി കോട്ടയത്തെ MG യൂണിവേഴ്സിറ്റിയിലും എത്തി. അങ്ങനെ ഹയർ സ്റ്റഡീസ് പൂർത്തിയാക്കി ഇരുവരും ചെറിയ ജോലികളെല്ലാം കണ്ടുപിടിച്ച് വിവാഹം കഴിക്കണ കാര്യം അവരവരുടെ വീടുകളിൽ അവതരിപ്പിച്ചു. സാമും സോഫിയയും പ്രണയത്തിലായി എന്നുള്ള കാര്യം അവരുടെ കുടുംബത്തെ ഒട്ടും അത്ഭുതപ്പെടുത്തിയിരുന്നില്ല. 2 കുടുംബങ്ങളും പരിചയക്കാരായിരുന്നതുകൊണ്ട് വിവാഹത്തിന് എതിർപ്പുണ്ടാവില്ല എന്നാണ് സാമും സോഫിയയും കരുതിയിരുന്നത്. എന്നാൽ സാമിൻ്റെ അച്ഛൻ ഈ ബന്ധത്തെ എതിർത്തു. അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത് തനിക്ക് സോഫിയെ നന്നായി അറിയാമെന്നും അവൾ നമ്മുടെ കുടുംബവുമായി ഒത്തുപോവില്ല എന്നുമാണ്. അങ്ങനെ അദ്ദേഹം സാമിനെ ഈ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇരുവരുടെയും ശക്തമായ നിർബന്ധത്തിന് വഴങ്ങി സാമിൻ്റെ അച്ഛന് വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ 2008 ഇരുവരും വിവാഹിതരായി. അവർക്കൊരു ആൺകുട്ടിയും ജനിച്ചു. ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒമാനിൽ ജോലി കിട്ടിയ സാം സോഫിയയും മകനെയും പിരിഞ്ഞ് അവിടേക്ക് ജോലിക്കായി പോയി. സോഫിയയ്ക്ക് ബാംഗ്ലൂരിൽ കുറച്ചുകൂടി നല്ല ജോലി ലഭിച്ചതിനെ തുടർന്ന് സോഫിയയും മകനും ബാംഗ്ലൂരിലേക്കും താമസം മാറ്റി. ഓരോ തവണയും സാം അവധിക്ക് നാട്ടിലെത്തുമ്പോൾ നേരെ ബാംഗ്ലൂരിലേക്കാണ് പോകാറുള്ളത്. അതിനുശേഷം അവരൊന്നിച്ച് കൊല്ലത്തേക്ക് വരും. ഇതേ രീതിയിൽ 3 വർഷം കടന്നുപോയി. തനിച്ചുള്ള ജീവിതം രണ്ടുപേർക്കും മടുത്തു തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് സോഫിയയും മകനെയും ഒമാനിലേക്ക് കൊണ്ടുപോകാൻ സാം തീരുമാനിച്ചത്. അവിടെ നിന്നുമാണ് പ്രശ്നങ്ങളുടെ തുടക്കം. സാം എത്ര തന്നെ നിർബന്ധിച്ചിട്ടും സോഫിയ ഒമാനിലേക്ക് പോകാൻ തയ്യാറായില്ല. അവൾ തിടുക്കപ്പെട്ട് ഓസ്ട്രേലിയയിൽ മറ്റൊരു ജോലി കണ്ടെത്തി. സോഫിയയുടെ സഹോദരി സോണിയ ഓസ്ട്രേലിയയിൽ നേഴ്സായി ജോലി ചെയ്യുന്നുണ്ട്. അവളുടെ സഹായത്തോടെയാണ് സോഫിയ പുതിയ ജോലി കണ്ടെത്തിയതും ഓസ്ട്രേലിയയിലേക്ക് പോകാൻ തീരുമാനിച്ചതും. എന്നാൽ സാമിന് സോഫിയ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ എല്ലാ എതിർപ്പും അവഗണിച്ച് 2012 സോഫിയ അവളുടെ 3 വയസ്സുള്ള മകനുമായി ഓസ്ട്രേലിയയിലെ മെൽബണിലേക്ക് താമസം മാറ്റുകയും ചെയ്തു. കുറച്ചു മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഇതേസമയം ഒമാനിലുള്ള സാം എബ്രഹാം ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നു. തൻ്റെ കുടുംബത്തോടൊപ്പം ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാമെന്ന ചിന്തയോടുകൂടിയാണ് സാം ഓസ്ട്രേലിയയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. എന്നാൽ ആ തീരുമാനം തൻ്റെ ജീവൻ അപഹരിക്കുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. 2013 തുടക്കത്തിൽ സാം എബ്രഹാമിന് ഒമാനിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് ട്രാൻസ്ഫർ ലഭിച്ചു. അങ്ങനെ സാമും മെൽബണിൽ എത്തിച്ചേർന്നു. എന്നാൽ ഓസ്ട്രേലിയയിൽ എത്തി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സോഫിയയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ സാം ശ്രദ്ധിച്ചു. അദ്ദേഹത്തോട് ഒരടുപ്പവുമില്ലാത്ത പോലെയാണ് സോഫിയ പെരുമാറുന്നത്. എന്തിന് സാം ഓസ്ട്രേലിയയിലേക്ക് വന്നതുപോലും സോഫിയയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കുറച്ചു മാസങ്ങൾക്കുള്ളിൽ അതിൻ്റെ കാരണം എന്താണെന്ന് സാമിന് വ്യക്തമായി. അരുൺ കമലാസനൻ എന്ന വ്യക്തിയാണ് അതിനു കാരണം. അവന് വേണ്ടിയാണ് സോഫിയ ഓസ്ട്രേലിയയിലേക്ക് വന്നത് തന്നെ. അതുതന്നെയായിരുന്നു സാമിൻ്റെ മരണകാരണവും. സാമിൻ്റെ മരണം നടക്കുന്നതിന് 3 മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന് നേരെ ഒരു വധശ്രമം നടന്നിരുന്നു. അന്ന് സാമിൻ്റെ കാറിനകത്ത് ഒളിച്ചിരുന്ന അക്രമി അദ്ദേഹത്തെ കത്തിക്കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. സാമിനെ കൊലപ്പെടുത്തുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു അക്രമി ആ കാറിനകത്ത് ഒളിച്ചിരുന്നത്. കഴുത്തിലും കവളിലുമെല്ലാം മുറിവേറ്റ സാം ആ അക്രമത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ചെറുത്തുനിൽപ്പിനിടയിൽ സാം അക്രമിയുടെ മുഖം മൂടി അഴിച്ചുമാറ്റുകയും അയാളുടെ മുഖം കാണുകയും ചെയ്തതാണ്. എന്നാൽ ഈ അക്രമവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടന്നപ്പോൾ അക്രമിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നാണ് സാം മൊഴി നൽകിയത്. ഈ സംഭവങ്ങൾക്ക് ശേഷം അദ്ദേഹം അവധിക്കായി കേരളത്തിൽ എത്തുകയും
വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകാറായപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനോടും കുടുംബാംഗങ്ങൾ ചിലരോടും അടുത്ത തവണ ഞാൻ ശവപ്പെട്ടിയിലായിരിക്കും തിരിച്ചു വരിക എന്നുള്ള രീതിയിൽ സംസാരിച്ചത്. ഇതിനുശേഷം തിരിച്ചെത്തിയ സാം 2 ദിവസത്തിനുള്ളിൽ കൊല ചെയ്യപ്പെടുകയും ചെയ്തു. സാം അന്ന് അതെല്ലാം തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്നൊരു പക്ഷേ അദ്ദേഹം ജീവനോടെ ഉണ്ടാകുമായിരുന്നു. എന്തായിരുന്നു സാം അന്ന് മറച്ചുവെച്ച കാര്യങ്ങൾ? ആരാണ് ഈ അരുൺ കമലാസനൻ? എന്തായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം? ഇതിനെല്ലാമുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ ഓസ്ട്രേലിയൻ പോലീസ് നടത്തിയ ശ്രമങ്ങൾ തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു. സിനിമകളിൽ മാത്രം നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള രംഗങ്ങളാണ് പിന്നീട് മെൽബണിൽ അരങ്ങേറിയത്. സാം മരണപ്പെട്ട ഒക്ടോബർ 14 തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. എങ്കിലും ടോക്സിക്കോളജി ടെസ്റ്റിൻ്റെ റിസൾട്ട് പുറത്തു വരാൻ കുറച്ച് സമയമെടുത്തിരുന്നു. ആ റിസൾട്ട് പുറത്തു വന്നപ്പോൾ തന്നെ സാമിൻ്റെ മരണം ഹാർട്ട് അറ്റാക്ക് മൂലമല്ല എന്നും അതൊരു കൊലപാതകമാണ് എന്നും പോലീസുകാർ മനസ്സിലാക്കിയിരുന്നു. കാരണം സാമിൻ്റെ ശരീരത്തിൽ അമിതമായ അളവിൽ സയനൈഡിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. അതുമാത്രമല്ല, ഉറക്ക ഗുളികയും പെയിൻ കില്ലറുമായി എല്ലാം ഉപയോഗിക്കുന്ന ക്ലോണാസെപ്പാം എന്നൊരു മരുന്നും സാമിൻ്റെ ശരീരത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നും ക്ലോണാസെപ്പാം കൊടുത്ത് സാമിനെ മയക്കി കിടത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ വായിലൂടെ സയനൈഡ് കലർത്തി ഏതെങ്കിലും പാനീയം കൊടുത്തായിരിക്കും ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നു. പോലീസിന് ആദ്യമേ തന്നെ സോഫിയെ സംശയമുണ്ടായിരുന്നു. പോലീസിൻ്റെ അന്വേഷണ രീതി തികച്ചും വ്യത്യസ്തമായിരുന്നു. അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയിട്ട് മാത്രമേ അവർ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം പുറത്തുവിടൂ. പ്രത്യേകിച്ച് മാധ്യമങ്ങളെ അടുപ്പിക്കില്ല. അതുകൊണ്ട് തന്നെ സാമിൻ്റേത് ഒരു കൊലപാതകമാണെന്ന് നിലവിൽ പോലീസിനും കൊലയാളികൾക്കും മാത്രമേ അറിയൂ. എന്നാൽ പോലീസ് ഇത് പുറത്തുവിടാത്തിടത്തോളം കാലം കൊലയാളികൾ ചിന്തിക്കുന്നത് നമുക്ക് മാത്രമേ ഇതൊരു കൊലപാതകമാണെന്ന് അറിയൂ എന്നായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. ഒടുവിൽ കേസ് തെളിയിക്കാനുള്ള എല്ലാ വഴികളും അവർ തന്നെ ഒരുക്കുകയും ചെയ്യും. ഈ ഒരു രീതിയാണ് ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ ടീം സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അവർ സോഫിയെ കസ്റ്റഡിയിൽ എടുക്കാനോ ചോദ്യം ചെയ്യാനോ തയ്യാറായില്ല. പകരം ഇന്ത്യയിൽ നിന്നും അവൾ തിരിച്ചു വന്ന ഉടനെ അവളുടെ ആക്ടിവിറ്റീസ് എല്ലാം നിരീക്ഷിക്കുന്നതിനായി 3 ടീമിനെ നിയോഗിച്ചു. ആദ്യത്തെ ടീം സോഫിയ എങ്ങോട്ട് പോകുമ്പോഴും അവളെ ഫോളോ ചെയ്തിരുന്നു. രണ്ടാമത്തെ ടീം സോഫിയയുടെ എല്ലാ ഫോൺ കോളുകളും നിരീക്ഷിച്ചു. മൂന്നാമത്തെ ടീം സോഫിയയുടെ ബാങ്ക് ട്രാൻസാക്ഷനും മറ്റ് സാമ്പത്തിക ഇടപാടുകളും പരിശോധിച്ചുകൊണ്ടേയിരുന്നു. ഈ ഒരു രീതിയിലാണ് അന്വേഷണം പുരോഗമിച്ചത്. മാസങ്ങളോളം പോലീസിൻ്റെ നിരീക്ഷണം തുടർന്നുകൊണ്ടേയിരുന്നു. സോഫിയാണെങ്കിൽ ഇതൊന്നും അറിഞ്ഞതേ ഇല്ല. എല്ലാ ആഴ്ചയും സാമിൻ്റെ പേരൻസിനെ വിളിച്ച് സ്നേഹത്തോടെ സംസാരിച്ചിരുന്ന സോഫിയ തന്നെ ആർക്കും സംശയമില്ല എന്നാണ് ചിന്തിച്ചത്. ദിവസങ്ങൾ കടന്നു പോകും തോറും അന്വേഷണ സംഘം പ്രതീക്ഷിച്ചതുപോലെ തന്നെ സോഫിയയുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു വരാൻ തുടങ്ങി. സോഫിയെ രഹസ്യമായി ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആദ്യത്തെ ടീം എല്ലാ ദിവസവും അവൾ ഒരു ചെറുപ്പക്കാരനെ മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടെത്തി. തുടക്കത്തിൽ പരിചയക്കാർ ആരെങ്കിലും കാണുമോ എന്നുള്ള ഭയത്തിൽ ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കിയാണ് അവരുടെ മീറ്റിംഗ് നടന്നത്. എന്നാൽ കാലക്രമേണ ആളുകളെ ഫേസ് ചെയ്യാനുള്ള അവരുടെ ഭയം കുറഞ്ഞു വരാൻ തുടങ്ങി. മെൽബണിലെ മിക്ക ഹോട്ടലുകളിലും പാർക്കുകളിലും കഫേകളിലും അവർ കണ്ടുമുട്ടി. ഇതേസമയം രണ്ടാമത്തെ ടീം സോഫിയയുടെ ഫോൺ കോളുകളെല്ലാം നിരീക്ഷിച്ചു. അവൾ എല്ലാ ദിവസവും ഒരു നമ്പറിൽ വിളിച്ച് മണിക്കൂറുകളോളം സംസാരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി. ഇരുവരുടെയും എല്ലാ ഫോൺ കോളുകളും പോലീസ് ടാപ്പ് ചെയ്തപ്പോൾ അതിൻ്റെ ദൈർഘ്യം 100 മണിക്കൂറോളം ഉണ്ടായിരുന്നു. 5 മാസങ്ങൾക്ക് ശേഷം സാമിൻ്റെ ഉടമസ്ഥതയിലുള്ള കാർ സോഫിയ മറ്റൊരു പുരുഷൻ്റെ പേരിലേക്ക് മാറ്റിയതായും അരുൺ കമലാസനൻ എന്ന മറ്റൊരു ഇന്ത്യക്കാരൻ്റെ പേരിലേക്കാണ് കാറിൻ്റെ ഉടമസ്ഥാവകാശം മാറ്റിയിരിക്കുന്നത് എന്നും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്ന മൂന്നാമത്തെ ടീം കണ്ടെത്തി. ഇതേ വ്യക്തിയോടൊപ്പം തന്നെയാണ് സോഫിയ പുറത്ത് കറങ്ങി നടക്കാറുള്ളത് എന്നും അവർ മനസ്സിലാക്കി. അരുൺ കമലാസനന് വേണ്ടിയാണ് സോഫിയ സാമിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലായി. എന്നാൽ ആരാണ് ഈ അരുൺ കമലാസനൻ എന്നും അവനുമായുള്ള സോഫിയയുടെ ബന്ധം എങ്ങനെയാണ് എന്നും കണ്ടെത്താനുള്ള പരിശ്രമമാണ് പിന്നീട് പോലീസ് നടത്തിയിരുന്നത്. കുറ്റാരോപിതരുടെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അവരെക്കൊണ്ട് സത്യം പറയിപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ അത് എങ്ങനെയാണ് പറയിക്കേണ്ടത് എന്നാണ് ഓസ്ട്രേലിയൻ പോലീസ് ഈ കേസിലൂടെ നമുക്ക് കാണിച്ചു തന്നത്. അരുൺ കമലാസനെയാണ് പോലീസ് സംഘം ആദ്യം ടാർഗറ്റ് ചെയ്തത്. അതിൽ തന്നെ അരുണുമായി സൗഹൃദം സ്ഥാപിക്കാൻ ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി. ഡാൻ എന്ന പേരിൽ അരുണുമായി പരിചയപ്പെടാനാണ് അദ്ദേഹത്തിന് നിർദ്ദേശം ലഭിച്ചത്. പോലീസ് സംഘത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് അരുണുമായി ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കിയെടുക്കുകയാണ് ഡാൻ ചെയ്തത്. അവർ തമ്മിലുള്ള ബന്ധം
കൂടുതൽ അടുത്തതിന് ശേഷം അരുണിന് ഒരു കാര്യം മനസ്സിലായി. ഡാൻ ഒരു ക്രിമിനൽ. ഡാനുമായി കൂടുതൽ അടുക്കാനും അവൻ തീരുമാനിച്ചു. തൻ്റെ ബോസിൻ്റെ പേര് ജോയ് എന്നാണെന്നും അദ്ദേഹത്തിന് പണം നൽകാനുള്ളവരിൽ നിന്ന് പണം പിരിച്ചെടുക്കലാണ് തൻ്റെ ചുമതലയെന്നും താല്പര്യമുണ്ടെങ്കിൽ തന്നോടൊപ്പം ചേർന്നോളൂ എന്നും ഡാൻ അരുണിനോട് പറഞ്ഞു. തൻ്റെ സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം ഡാനിനോട് തുറന്നു പറഞ്ഞതിന് ശേഷം അരുൺ ആ സംഘത്തോടൊപ്പം ചേരുകയും നിരവധി പണപ്പിരിവുകളിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇവർ തമ്മിലുള്ള ബന്ധം ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുതൽ ബലപ്പെട്ടുകൊണ്ടേയിരുന്നു. പോലീസ് സംഘത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് എല്ലാം കൃത്യമായി നടന്നു. തൻ്റെ കൂടെയുള്ളവർ പോലീസ് സംഘമാണ് എന്ന് അറിയാതെ ഡാൻ അവരോടൊപ്പം കൂടുതൽ കുറ്റകൃത്യങ്ങളിൽ പങ്കുചേർന്നുകൊണ്ടേയിരുന്നു. ഇതോടെ അരുണിൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഓസ്ട്രേലിയയിൽ ഇനി എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് നേരിടാൻ തന്നെക്കൊണ്ട് കഴിയുമെന്നുള്ളൊരു തോന്നൽ അവനിലുണ്ടായി. ഇതോടെ സ്റ്റുഡൻറ്റ് വിസയിൽ ഓസ്ട്രേലിയയിൽ കഴിയുന്ന അരുൺ പെർമനൻ്റ് റെസിഡൻസി നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാവരും തൻ്റെ പരിചയക്കാരാണെന്നും എത്രയും പെട്ടെന്ന് പെർമനൻ്റ് റെസിഡൻസി നേടിയെടുക്കാൻ താൻ സഹായിക്കുമെന്നും ഡാൻ അരുണിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അങ്ങനെ അവൻ്റെ എല്ലാ രേഖകളും ഒരു ഇമിഗ്രേഷൻ ഓഫീസറിന് കൈമാറി. ആ ഇമിഗ്രേഷൻ ഓഫീസറും അവരുടെ ഗ്രൂപ്പിലുള്ള പോലീസ് ഓഫീസർ തന്നെയായിരുന്നു. അങ്ങനെ അന്വേഷണ സംഘം ഇൻവെസ്റ്റിഗേഷൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. പിന്നീട് അരുണിനൊരു ഫോൺ കോൾ വരികയാണ്. PR അപേക്ഷയുമായി ബന്ധപ്പെട്ട ഒരു തടസ്സമുണ്ട് എന്നുള്ള കാര്യമായിരുന്നു അത്. അതായത് മെൽബണിൽ നടന്ന ഒരു കൊലപാതകത്തിൽ അരുണിന് പങ്കുണ്ട് എന്നുള്ള സംശയത്തിൻ്റെ പുറത്ത് ഓസ്ട്രേലിയൻ പോലീസ് അരുണിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നും അതിനാൽ PR അപേക്ഷ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുമാണ് ആ ഫോൺ കോളിലുണ്ടായിരുന്നത്. ഈ ഒരു സമയത്ത് അരുൺ കമലാസനൻ എന്ന ആ ക്രിമിനൽ നടന്ന മുഴുവൻ കാര്യങ്ങളും ഡാനിനോട് തുറന്നു പറഞ്ഞു. അതേസമയം അതെല്ലാം ഡാൻ വീഡിയോയായും ഓഡിയോയായും റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ഡാൻ അരുണുമായി എത്തിയത് സാം എബ്രഹാം മർഡർ കേസ് അന്വേഷിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ മുന്നിലേക്കായിരുന്നു. അന്ന് തന്നെ സോഫിയയും പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർന്ന് അവരുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ ഇരുവരുടെയും ഡയറികളിൽ നിന്ന് അവർക്കിടയിലുള്ള ബന്ധത്തെക്കുറിച്ചും ഈ കൊലപാതകത്തെക്കുറിച്ചുമുള്ള എല്ലാ സൂചനകളും പോലീസിന് ലഭിച്ചു. അരുൺ കമലാസനും സോഫിയയും തമ്മിലുള്ള പ്രണയബന്ധം തുടങ്ങുന്നത് സോഫിയയുടെ കോളേജ് പഠനകാലത്താണ്. സാമുമായി ബന്ധമുണ്ടായിരുന്ന സമയം തന്നെയായിരുന്നു അരുണുമായും അവൾക്ക് ബന്ധമുണ്ടായിരുന്നത്. എന്നാൽ സോഫിയയ്ക്ക് അരുണുമായി ഉണ്ടായിരുന്ന ബന്ധം വെറുമൊരു സമയം പോക്കായിരുന്നു. എന്നാൽ വിവാഹശേഷം സാം ഒമാനിലും സോഫിയ ബാംഗ്ലൂരിലും ജോലി ചെയ്യുന്ന സമയത്ത് അരുണുമായുള്ള ബന്ധം വീണ്ടും പൊടി തട്ടിയെടുത്തു. അങ്ങനെ അവർ തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമായിക്കൊണ്ടേയിരുന്നു. സോഫിയയ്ക്ക് സാം ഒരു ശല്യമായി തീർന്നുകൊണ്ടിരുന്നു. ഈ സമയത്താണ് സോഫിയ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ആ തീരുമാനത്തിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു. അരുൺ അടുത്തതായി ജോലിക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമായിരുന്നു ഓസ്ട്രേലിയ. അതിനാലാണ് 2012 സോഫിയ മകനുമായി ഓസ്ട്രേലിയയിലേക്ക് മാറിയത്. എന്നാൽ അവരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് അരുൺ ഓസ്ട്രേലിയയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ സാം എബ്രഹാം അവിടെ എത്തി. അവരെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ് സാം തിടുക്കപ്പെട്ട് ട്രാൻസ്ഫർ വാങ്ങി ഓസ്ട്രേലിയയിൽ എത്തിയത്. സോഫിയയും അരുണും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സാമിന് വിവരം ലഭിച്ചു. ഇതേ ചൊല്ലി അവർക്കിടയിൽ വഴക്കായി. എന്നാൽ തനിക്കൊരു അബദ്ധം പറ്റിയതാണെന്നും ഇനി ഇത് ആവർത്തിക്കില്ല എന്നും പറഞ്ഞ് സോഫിയ കരഞ്ഞതോടെ സാം അവളോട് ക്ഷമിക്കാൻ തയ്യാറായി. എന്നാൽ സാമിന് തെറ്റുപറ്റിയിരുന്നു. സോഫിയയുടെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും സംഭവിച്ചിരുന്നില്ല. കാരണം സാം മരിക്കുന്നതിന് 3 മാസങ്ങൾക്ക് മുൻപുണ്ടായ കൊലപാതക ശ്രമത്തിൽ പ്രതിയായിരുന്നത് അരുൺ കമലാസനായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അടുത്ത തവണ താൻ വീട്ടിലേക്ക് വരുന്നത് ശവപ്പെട്ടിയിലായിരിക്കുമെന്ന് കുടുംബാംഗങ്ങളോട് പറഞ്ഞത്. 2015 ഒക്ടോബർ 13 നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയ സാമിന് ഉറക്ക ഗുളിക പൊടിച്ച് ചേർത്തിരുന്ന അവക്കാഡോ മിൽക്ക് ഷേക്കാണ് സോഫിയ കൊടുത്തത്. സാം മയങ്ങി എന്നുറപ്പ് വരുത്തിയതിനു ശേഷം സോഫിയ അരുണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ആ വീട്ടിലെത്തിയ അരുൺ സോഫിയയുടെ ഒരു ഓറഞ്ച് ജ്യൂസ് കൂടി ഉണ്ടാക്കാൻ പറഞ്ഞു. അരുൺ കൊണ്ടുവന്ന സയനൈഡ് ആ ഓറഞ്ച് ജ്യൂസിൽ കലർത്തിയതിന് ശേഷം മയങ്ങിക്കിടക്കുകയായിരുന്ന സാമിൻ്റെ വായിലൂടെ ഒഴിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് സാം എബ്രഹാം എന്ന ആ പാവം മനുഷ്യൻ അതിദാരുണമായി കൊല്ലപ്പെടുന്നത്. അറസ്റ്റിലായതിനു ശേഷം 6 മാസത്തോളം നീണ്ടുനിന്ന വിചാരണ നടപടികൾക്ക് ശേഷം 2018 ഓഗസ്റ്റ് 16 കേസിലെ വിധി വന്നു. അരുൺ കമൽഹാസന് 27 വർഷവും സോഫിയയ്ക്ക് 22 വർഷവും ജയിൽ ശിക്ഷയാണ് വിധിച്ചത്. ശിക്ഷാ കാലയളവിൽ ഒരു പരോളും അനുവദനീയമല്ല.
വധശിക്ഷ നിരോധിക്കപ്പെട്ട രാജ്യമാണ് ഓസ്ട്രേലിയ. അതുകൊണ്ട് തന്നെ ആ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമപ്രകാരമുള്ള പരമാവധി ശിക്ഷ തന്നെയാണ് കോടതി പ്രതികൾക്ക് നൽകിയത്. സാം എബ്രഹാം കേസിൽ നിന്ന് മനസ്സിലാകുന്നത് ചിലപ്പോൾ സത്യം കണ്ടെത്താൻ സമയമെടുക്കുമെങ്കിലും തെളിവുകൾ ഒരിക്കലും കള്ളം പറയില്ല എന്നതാണ്. ഈ കേസിൽ ഓസ്ട്രേലിയൻ പോലീസിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അത്രയും മികച്ചൊരു അന്വേഷണമാണ് അവർ കാഴ്ചവെച്ചത്. ഒരു വിദേശ പൗരൻ്റെ മരണമായിട്ടും അവർ കേസിനു നൽകിയ പ്രാധാന്യവും അത്രത്തോളം വലുതാണ്. ഈ കേസിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കൂ. ഇത്തരത്തിലുള്ള യഥാർത്ഥ ക്രൈം കഥകൾക്കായി ക്രൈം ഡീകോഡ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു യഥാർത്ഥ കേസുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.